പറപ്പൂക്കരയിൽ KLDC കനാൽ ശുചീകരണത്തിനെത്തിയവർ തെങ്ങിന്റെ പട്ടകൾ വെട്ടി നശിപ്പിച്ചു. ബണ്ടിന് സംരക്ഷണം നൽകാൻ വെച്ച 200ഓളം ഹൈബ്രിഡ് തെങ്ങുകളുടെ പട്ടകളാണ് വെട്ടിമാറ്റിയത്. തിരുവില്ലാമലയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് 4ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. പാറമേൽപ്പടി സ്വദേശിനി നേഹയാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട ചേലൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. പാറമ്പാടത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. എളവള്ളിയിലും കുന്നംകുളത്തും കടന്നലാക്രമണത്തിൽ 12 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. എടത്തിരുത്തി ഏറാക്കലിൽ വീണ്ടും പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് തീരദേശത്തെ 10 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങി. ഏങ്ങണ്ടിയൂർ മുതൽ SN പുരം വരെയുള്ള പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണ ശൃംഖലയിലെ 700 mm പ്രിമോ പൈപ്പ് ലൈനാണ് പൊട്ടിയത്. സമീപ ജില്ലകളിൽ കുറുവ മോഷണ സംഘത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലും നിരീക്ഷണം ശക്തമാക്കി പോലീസ്. കൊടുങ്ങല്ലൂർ മതിലകം മേഖല കേന്ദ്രീകരിച്ചാണ് പോലീസ് നിരീക്ഷണം നടത്തുന്നത്. എരുമപ്പെട്ടി മുട്ടിക്കൽ പാലത്തിന്റെ പുനർനിർമ്മാണം വൈകുന്നത് പ്രതിഷേധത്തിനിടയാക്കുന്നു. നിലവിലെ പദ്ധതിയനുസരിച്ച് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചാൽ പ്രദേശത്ത് പ്രളയത്തിന് സാധ്യതയുണ്ടെന്ന് കിഫ്ബിയുടെ വിലയിരുത്തൽ. തൃശൂർ തൃപ്രയാർ ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് പിൻവലിച്ചു. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പണിമുടക്ക് പിൻവലിച്ചത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. പറപ്പൂക്കരയിൽ KLDC കനാൽ ശുചീകരണത്തിനെത്തിയവർ തെങ്ങിന്റെ പട്ടകൾ വെട്ടിനശിപ്പിച്ചതായി പരാതി. ബണ്ടിന് സംരക്ഷണം നൽകാൻ വെച്ച 200ഓളം ഹൈബ്രിഡ് തെങ്ങുകളുടെ പട്ടകളാണ് വെട്ടിമാറ്റിയത്. നെടുമ്പാൾ പറപ്പൂക്കര പാടശേഖരത്തിന്റെ കനാൽ ബണ്ടിൽ കർഷകർ നട്ടുവളർത്തിയ ഹൈബ്രിഡ് തെങ്ങിന്റെ പട്ടകളാണ് വെട്ടിമാറ്റിയത്. കനാലിലെ ചണ്ടി നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായി കനാൽ ബണ്ടിലൂടെ ഹിറ്റാച്ചി പ്രവർത്തിക്കുന്നതിനായാണ് തെങ്ങിന്റെ പട്ടകൾ വെട്ടിനശിപ്പിച്ചത്. വിവരമറിഞ്ഞ് കർഷകർ എത്തുമ്പോഴേക്കും 200ഓളം തെങ്ങിൻ പട്ടകൾ വെട്ടിമാറ്റിയതായി കർഷകർ പറയുന്നു. ബണ്ടുമ്മക്കോറ ഓടിച്ച് ബണ്ട് നാശമാക്കുന്ന വിധം ബണ്ടുമ്മക്കോറ ഓടിച്ചു കഴിഞ്ഞിട്ട് ചൊട്ടിയിട്ട തെങ്ങ്, അതായത് കായ്ച്ചു തുടങ്ങിയ തെങ്ങ്, ചൊട്ടിയിട്ട തെങ്ങിന്റെ 60% പട്ടപ്പുള്ളായിട്ട് വളരെ ക്രൂരമായി വെട്ടി നശിപ്പിച്ചേക്കാണ്. ഇവിടുത്തെ കർഷകരുടെ പ്രതിഷേധത്തെ വകവെക്കാതെ 200-ൽ പരം തെങ്ങുകളാണ് അവർ നശിപ്പിച്ചേക്കുന്നത്. പറപ്പൂക്കര പഞ്ചായത്ത് 2021-ൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി KLDC ബണ്ടിന് സംരക്ഷണം എന്ന നിലയിലും കർഷകർക്ക് വരുമാനം എന്ന രീതിയിലുമാണ് ഇവിടെ തെങ്ങുകൾ വെച്ചുപിടിപ്പിച്ചത്. ഹൈബ്രിഡ് കുള്ളൻ എന്ന വിഭാഗമാണ് ഈ തെങ്ങുകൾ. KLDC കനാലിന്റെ നീരൊഴുക്ക് സുഗമമാക്കാൻ വർഷം തോറും വലിയ ജങ്കാറിൽ ഹിറ്റാച്ചി ഇറക്കി കനാലിൽ നിന്ന് ചണ്ടി നീക്കം ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തവണ കനാൽ ബണ്ടിലൂടെ ഹിറ്റാച്ചി കൊണ്ടുവന്ന് ജോലി എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് തെങ്ങിൻ പട്ടകൾ വെട്ടിമാറ്റിയതെന്ന് കർഷകർ പറയുന്നു. CBയുടെ കൊമ്പ് കറക്കണില്ല എന്ന് പറഞ്ഞാൽ അവർ വെട്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ട് അവർ നിർത്തണില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ അവർ ഏകദേശം 100-200 തെങ്ങോളം അവർ വെട്ടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ അവർ അന്ന് അവിടെ പണി അവിടെ വെച്ച് നിർത്തുകയാണ് ചെയ്തത്. പിന്നെ വെട്ടൽ ഇനി ഞങ്ങൾ വെട്ടില്ല എന്ന് പറഞ്ഞവർ വെട്ടൽ അവിടെ വെച്ച് നിർത്തുകയാണ് ചെയ്തത്. ഇത് ഒരുപാട് നഷ്ടം പടവുകാർക്കും കർഷകർക്കും ഒരുപാട് വിഷമം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ തെങ്ങിന്റെ എല്ലാ പട്ടകളും വെട്ടി നശിപ്പിച്ചേക്കാണ്. അപ്പോൾ അത് അന്വേഷിച്ച് നോക്കിയപ്പോൾ അവിടെ വന്ന ഹിറ്റാച്ചിക്കാരനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഡ്രൈവർ എത്തിയെന്ന് പറഞ്ഞു. അവിടെ നോക്കിയിരിക്കുന്ന ഒരാളുണ്ടെന്ന് വെച്ചു. ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിനോട് ചോദിച്ചു, ആരാ നിങ്ങളെ ഈ തെങ്ങ് വെട്ടാൻ ഏൽപ്പിച്ചത്, ആരോട് ചോദിച്ചിട്ടാണ് ഇത് വെട്ടിയതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് ഇറിഗേഷൻ്റെ എഞ്ചിനീയർ പറഞ്ഞിട്ട് വെട്ടിയതാന്ന് പറഞ്ഞു. നിങ്ങൾ ഇനി അധികം വർത്താനൊന്നും പറയില്ല, സാറിൻ്റെ നമ്പർ ഇങ്ങോട്ടായോ, സാറില്ലെങ്കിൽ സാറിനെ നിങ്ങൾ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആള് സാറിനെ വിളിച്ചു തന്നു. ഞാൻ സാറിനോട് ചോദിച്ചു, സാറ് എന്താ അതിക്രമമാണ് ഈ കാണിച്ചത്? ഒരു കർഷകൻ എന്ന നിലയിലല്ല, ഇവിടെ കേരളത്തിൽ ജനിച്ച് ഊണ് കഴിച്ച് വളരുന്ന ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്ത പ്രക്രിയയാണ് അവിടെ ചെയ്തു വെച്ചത്. അതായത് 60% ചൊട്ട വന്ന് നിൽക്കുന്ന തെങ്ങിന്റെ പട്ട മുഴുവനായി വെട്ടിക്കളഞ്ഞു. ഇനി മാസങ്ങളോളമുള്ള കർഷകരുടെ അധ്വാനത്തിന് യാതൊരു വിലയും കൊടുക്കാതെയുള്ള നടപടി ന്യായീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് കർഷകർ. സംഭവത്തിൽ കർഷകർ കൃഷി ഓഫീസർക്ക് പരാതി നൽകി. കർഷകരുടെ കടുത്ത പ്രതിഷേധം മൂലം താൽക്കാലികമായി ചണ്ടി നീക്കം ചെയ്യുന്ന ജോലികൾ നിർത്തിവെച്ചു. തിരുവില്ലാമലയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് 4ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. പാറമേൽപ്പടി അരിമ്പൻകുണ്ടിൽ കാഞ്ഞങ്ങാട്ടിൽ നന്ദകുമാറിന്റെ മകൾ 9 വയസ്സുള്ള നേഹയാണ് മരിച്ചത്. തിരുവില്ലാമല ന്യൂ ക്രൈസ്റ്റ് ലൈഫ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. സ്കൂൾ വിട്ട് ഓട്ടോയിൽ പോകുന്നതിനിടെ സ്കൂൾ ഗേറ്റിന് മുൻപിൽ വെച്ചായിരുന്നു അപകടം. ഓട്ടോറിക്ഷയുടെ ഹാൻഡിൽ സ്റ്റക്കായതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു.
ഓട്ടോറിക്ഷയുടെ സൈഡിൽ ഇരിക്കുകയായിരുന്ന കുട്ടി നിയന്ത്രണം വിട്ട ഓട്ടോയിൽ നിന്നും വീഴുകയും കുട്ടിയുടെ ദേഹത്തേക്ക് ഓട്ടോറിക്ഷ മറിയുകയുമായിരുന്നു. ഉടൻ തന്നെ പിറകിൽ വന്നിരുന്ന പോലീസ് ജീപ്പിൽ പഴയന്നൂർ വടക്കേത്തറ ഗവൺമെന്റ് ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടിയുടെ ചെറിയച്ഛനാണ് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നത്. ഇരിങ്ങാലക്കുട ചേലൂർ സെന്റ് മേരീസ് LP സ്കൂളിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു, ഒരാൾക്ക് പരിക്കേറ്റു. മതിലകം സ്വദേശി പോണടി വീട്ടിൽ സത്താർ, പെരിഞ്ഞനം കുറ്റിലക്കടവ് സ്വദേശി പഴമ്പള്ളി വീട്ടിൽ അനിൽകുമാർ എന്നിവരാണ് മരിച്ചത്. മതിലകം വഞ്ചിപ്പുറ സ്വദേശി ഗോഡ്സനാണ് പരിക്കേറ്റത്. അനിൽകുമാർ സംഭവസ്ഥലത്തും സത്താർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലുമാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഗോഡ്സൺ എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാട്ടൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം പാറേമ്പാടത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോയിരുന്ന കർണാടക സ്വദേശികൾ സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് ബസ്സിൽ 20ഓളം അയ്യപ്പ ഭക്തർ ഉണ്ടായിരുന്നു. അപകട വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. എളവള്ളിയിൽ 7 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. സാരമായി പരിക്കേറ്റ ചിറ്റാട് രാമചന്ദ്രൻ മകൾ തങ്കമണി, ഓവാട്ട് പ്രേമൻ ഭാര്യ തങ്കമണി എന്നിവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചേന്നകര ഉണ്ണികൃഷ്ണൻ ഭാര്യ ശർമിളയെ ഒളരി മദർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ മറ്റ് 4 പേർക്ക് എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സ നൽകി. ബ്രഹ്മകുളം ചെറിയത്ത് ജോസ്ഫിനിയുടെ പറമ്പിൽ കൃഷിപ്പണി ചെയ്യുമ്പോഴാണ് കടന്നൽ കുത്തേറ്റത്. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, തൊഴിലുറപ്പ് അക്രഡിറ്റഡ് എഞ്ചിനീയർ ദീജ ദേവദാസ്, ജനപ്രതിനിധികളായ TC മോഹനൻ, ശ്രീപിത ഷാജി എന്നിവർ തൊഴിലാളികളെ സന്ദർശിച്ചു. കുന്നംകുളത്ത് കടന്നൽ ആക്രമണത്തിൽ 5 പേർക്ക് കുത്തേറ്റു, ഒരാളുടെ നില ഗുരുതരം. ഫീൽഡ് നഗർ സ്വദേശികളായ റോയ്, സുമൻ രാജ്, ധർമ്മപാലൻ തുടങ്ങിയ 5 പേർക്കാണ് കടന്നൽ കുത്തേറ്റത്. കടന്നൽ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ റോയിയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങിലാണ് കൂറ്റൻ കടന്നൽ കൂടുള്ളത്. വാർഡ് കൌൺസിലർമാരായ ബീന രവി, സന്ദീപ് ചന്ദ്രൻ എന്നിവർ കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് അംഗം രാജൻ പെരുമ്പിലാവ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. എടത്തിരുത്തി ഏറാക്കലിൽ വീണ്ടും പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് തീരദേശത്തെ 10 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങി. എങ്ങണ്ടിയൂർ മുതൽ എസ്എൻപുരം വരെയുള്ള പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണ ശൃംഖലയിലെ 700 mm പ്രിമോ പൈപ്പ് ലൈനാണ് പൊട്ടിയത്. മറ്റൊരിടത്ത് ചോർച്ചയുണ്ടാക്കുന്നതിനായി തിങ്കളാഴ്ച പമ്പിംഗ് നിർത്തിവെച്ച് പണി പൂർത്തിയാക്കിയ ശേഷം രാത്രി 10 മണിയോടെ പുനരാരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പൈപ്പ് പൊട്ടിയത്. വൻതോതിൽ വെള്ളം ചോരുന്നതിനാൽ പമ്പിംഗ് വീണ്ടും നിർത്തിവച്ചിരിക്കുകയാണ്. അടിക്കടി പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം മുടങ്ങുന്നത് മൂലം തീരദേശത്തെ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ്. ഏറാക്കൽ റോഡിലാണ് നിരന്തരം പൈപ്പ് പൊട്ടുന്നത്. ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. നാടിനെ വിറപ്പിക്കുന്ന കുറുവ മോഷണ സംഘത്തിന്റെ സാന്നിധ്യം സമീപ ജില്ലകളിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കി. കഴിഞ്ഞ വർഷം കുറുവ സംഘം തുടർച്ചയായി കവർച്ച നടത്തുകയും പിന്നീട് പിടിയിലാകുകയും ചെയ്ത കൊടുങ്ങല്ലൂർ മതിലകം മേഖല കേന്ദ്രീകരിച്ചാണ് പോലീസ് നിരീക്ഷണം നടത്തുന്നത്. മോഷണ പരമ്പരകൾക്കൊടുവിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരാണ് പിടിയിലായത്. പോലീസ് തുടരന്വേഷണം നടത്തിയെങ്കിലും അതിനകം കവർച്ചാ സംഘത്തിലെ മറ്റുള്ളവർ ഒളിവിൽ പോയിരുന്നു. അടുത്തിടെ മധ്യ കേരളത്തിൽ കുറുവ സംഘം തമ്പടിച്ചതായി വ്യക്തമായ സാഹചര്യത്തിൽ തീരപ്രദേശത്തും ആശങ്ക ഉടലെടുത്തിട്ടുണ്ട്. പച്ചമരുന്ന് കച്ചവടം, ആക്രി പെറുക്കൽ, ഭിക്ഷാടനം തുടങ്ങിയവയുടെ മറവിലാണ് കുറുവ സംഘം തമ്പടിക്കാറുള്ളത്. കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാതെ തൊഴിൽ ചെയ്ത് കഴിയുന്ന ഇതര സംസ്ഥാന സംഘങ്ങളിൽ നുഴഞ്ഞു കയറിയും കവർച്ചക്കാർ ഒളിച്ചു കയറാറുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റവാളികളെ കണ്ടെത്തുക ശ്രമകരമാണ്. പുതിയ സാഹചര്യത്തിൽ പോലീസ് രാത്രികാല പട്രോളിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി നിരീക്ഷണം കർശനമാക്കിയിരിക്കുകയാണ്. എരുമപ്പെട്ടി മുട്ടിക്കൽ പാലത്തിന്റെ പുനർനിർമ്മാണം വൈകുന്നത് പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നു. അതേസമയം നിലവിലെ പദ്ധതി അനുസരിച്ച് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചാൽ പ്രദേശത്ത് പ്രളയത്തിന് സാധ്യതയുണ്ടെന്നാണ് കിഫ്ബിയുടെ കണ്ടെത്തൽ. വടക്കാഞ്ചേരി കേച്ചേരിപ്പുഴ സംരക്ഷണത്തിനായി 2019 പദ്ധതി തയ്യാറാക്കിയത്. ഇതിന്റെ ഭാഗമായാണ് മുട്ടിക്കൽ ചെറിയിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. നിലവിലെ പാലം കാലപ്പഴക്കത്താൽ കൈവരികളും കോൺക്രീറ്റ് തൂണുകളും സ്ലാബുകളും തകർന്ന് അപകടാവസ്ഥയിലാണ്.
പാലത്തിന്റെ വീതിക്കുറവും പാലത്തിനോട് ചേർന്നുള്ള കുഴിയും അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. ആറ്റത്ര, കോട്ടപ്പുറം, കുമ്പളങ്ങാട് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് സംസ്ഥാന പാതയിലേക്ക് എളുപ്പമെത്താനുള്ള മാർഗമാണ് മുട്ടിക്കൽ പാലം. അപകടാവസ്ഥയിലുള്ള ഈ പാലത്തിലൂടെ ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ട്. കിഫ്ബിയുടെ 25 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് വടക്കാഞ്ചേരി കേച്ചേരിപ്പുഴ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. 17 ലക്ഷം രൂപയാണ് മുട്ടിക്കൽച്ചിറ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് വകയിരുത്തിയിരിക്കുന്നത്. കാർഷിക മേഖലയായ എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുട്ടിക്കൽ, ആറ്റത്തറ പാടശേഖരങ്ങളിലെ നെൽകൃഷിക്ക് വെള്ളം തടഞ്ഞ് നിർത്തുകയെന്നതാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കിയാൽ അതിവർഷമുണ്ടാകുമ്പോൾ പ്രദേശത്ത് പ്രളയത്തിന് സാധ്യതയുണ്ടാകുമെന്നാണ് കിഫ്ബിയുടെ കണ്ടെത്തൽ. പദ്ധതിയിൽ മാറ്റം വരുത്തി ചീർപ്പ് തടയണ ഉണ്ടാക്കുവാനാണ് ആലോചന നടക്കുന്നത്. എന്നാൽ ഇത് വേണ്ടത്ര ഗുണം ലഭിക്കില്ല എന്നതാണ് കർഷകർ അഭിപ്രായപ്പെടുന്നത്. പദ്ധതി നടപ്പിലാക്കാൻ കാലതാമസമെടുക്കുന്നത് നാട്ടുകാരിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. TC വിനോസ്, എരുമപ്പെട്ടി. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ ഒരു വിഭാഗം സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തിയ പണിമുടക്ക് പിൻവലിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനുമായി കളക്ടറേറ്റിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ബസ്സുടമ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, പോലീസ്, RTO ഉദ്യോഗസ്ഥർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ശക്തൻ സ്റ്റാൻഡിലെ ഗതാഗത പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ചാണ് തിങ്കളാഴ്ച ഉച്ച മുതൽ തൃശൂർ, തൃപ്രയാർ, കൊടുങ്ങല്ലൂർ, മാള, ഇരിങ്ങാലക്കുട, കാട്ടൂർ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയത്. ഈ റൂട്ടുകളിലെ ബസ്സുകൾക്ക് ട്രാക്ക് അനുവദിക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരം പിൻവലിച്ചത്. അതേസമയം ശക്തൻ സ്റ്റാൻഡിലെ ഗതാഗത പരിഷ്കാരം നേരിട്ട് വിലയിരുത്താനും ബസ് ഉടമകളുടെയും ജീവനക്കാരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും തൃശൂർ ACP സലീഷ് N ശങ്കറും തഹസിൽദാർ ജയശ്രീയും എത്തിയിരുന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ ശ്രദ്ധ ആകർഷിച്ച് കൊച്ചു കച്ചവടക്കാർ. 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ അമൽദേവ്, ഗൌതം കൃഷ്ണ, ആദിദേവ്, 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവേശ്വർ എന്നിവരാണ് കലോത്സവ മുറ്റത്തെ കച്ചവട രംഗത്ത് കുതിച്ചുയർന്നവർ. കടുത്ത വെയിലിൽ തളർന്നിരിക്കുന്നവർക്ക് ആശ്വാസമേകി തുച്ഛമായ വിലയിൽ സോഡാ സർബത്ത്, നാരങ്ങാവെള്ളം, മോരുവെള്ളം, സംഭാരം, ഉപ്പിലിട്ട അരിനെല്ലിക്ക, ലൂബിക്ക തുടങ്ങിയവ അമൽദേവിന്റെ നേതൃത്വത്തിലുള്ള സംഘം വിൽപ്പന നടത്തുന്നുണ്ട്. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് ബുധനാഴ്ച നടക്കും. കോൺഗ്രസിലെ ലീന ഡേവിസ് രാജിവെച്ച ഒഴിവിലേക്കാണ് പുതിയ ഉപാധ്യക്ഷയെ തിരഞ്ഞെടുക്കുന്നത്. കോൺഗ്രസിലെ തന്നെ A വിഭാഗത്തിലെ വനജ ദിവാകരനായിരിക്കും ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. CPM-ലെ സിന്ധു രവിയെ പ്രതിപക്ഷം സ്ഥാനാർത്ഥിയാക്കും. UDF-ന് 8ഉം LDF-ന് 5ഉം അംഗങ്ങളാണ് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിലുള്ളത്. തുടർച്ചയായി 5 വർഷവും വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് I ഗ്രൂപ്പിലെ ലീന ഡേവിസിനെയായിരുന്നു DCC നേതൃത്വം അംഗീകരിച്ചിരുന്നത്. എന്നാൽ വാക്കാൽ ധാരണയുണ്ടെന്ന് അവകാശപ്പെട്ട് വികസനകാര്യ സമിതി ചെയർമാൻ PK ജേക്കബ് രംഗത്ത് വരികയും വനജ ദിവാകരന് ഉപാധ്യക്ഷയാക്കണമെന്ന് ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെടുകയുമായിരുന്നു. ഒടുവിൽ DCC പ്രസിഡന്റ് ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. തെരഞ്ഞെടുപ്പിൽ ജില്ലാ സിവിൽ സപ്ലൈ ഓഫീസർ സിറാജുദ്ദീൻ ആയിരിക്കും വരണാധികാരി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കെതിരെ സമൂഹമാധ്യമത്തിൽ ലൈംഗിക പരാമർശം നടത്തിയ ആൾ റിമാൻഡിൽ. ഇടുക്കി ശാന്തൻപാറ വട്ടപ്പാറ പോട്ടയിൽ ജോയ് ജോർജിനെയാണ് PG പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോയ്ക്ക് താഴെ ഇയാൾ അശ്ലീല കമന്റ് ഇടുകയായിരുന്നു. പോക്സോ IT ആക്ട്, സ്ത്രീകൾക്കെതിരെ അപകീർത്തി പരാമർശം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്. കടവല്ലൂർ കോട്ടോൽക്കുന്നിൽ നിന്നും മണ്ണെടുക്കാനുള്ള ശ്രമത്തിനെതിരെ കടുത്ത പ്രതിഷേധം. ദേശീയപാത വികസനത്തിന്റെ മറവിൽ കോട്ടോൽക്കുന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ആരോപിച്ച് കുന്നിന് മുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ പ്രതിഷേധിച്ചു. മണ്ണുമാന്തി യന്ത്രം കയറിയതോടെ കുന്നിലേക്ക് നിർമ്മിച്ച കോൺക്രീറ്റ് റോഡ് തകരുകയും കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് തകരാറിലാവുകയും ചെയ്തു. പട്ടികജാതിയിൽപ്പെട്ട 12 കുടുംബങ്ങളാണ് കോട്ടോൽക്കുന്നിന് മുകളിൽ താമസിക്കുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ കുന്നിലേക്കെത്തി. ദേശീയപാത വികസനത്തിന് കോട്ടോൽക്കുന്നിൽ നിന്നും മണ്ണെടുക്കുന്നതിന് ജിയോളജി വകുപ്പ് അനുമതി നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. ഇതിന് പഞ്ചായത്തിന്റെ അനുമതി ആവശ്യമില്ലെന്നാണ് വാദം. മണ്ണെടുപ്പ് കുന്നിന്റെ നാശത്തിന് വഴിയൊരുക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. കുന്നിൻ മുകളിലും താഴെയുമായി 30ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കാലപ്പഴക്കത്താൽ ക്ഷയിച്ച വീടുകളിലാണ് ഇവരുടെ താമസം.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റേഷൻ വ്യാപാരികൾ കൊടുങ്ങല്ലൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. KSSRDA താലൂക്ക് പ്രസിഡന്റ് CC വിപിൻ ചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KJ ജോൺസൺ അധ്യക്ഷനായി. റേഷൻ ഡീലേഴ്സ് ഭാരവാഹികളായ EK സജീവൻ, ആന്റണി, KJ ആൻഡ്രൂസ് എന്നിവർ സംസാരിച്ചു. AKRRDA താലൂക്ക് പ്രസിഡന്റ് NV വിജുകുമാർ, CA ആന്റണി എന്നിവർ സംസാരിച്ചു. മുരിങ്ങൂർ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മിക്കുന്നതിന് മുന്നോടിയായി മേലൂരിലേക്കുള്ള പ്രവേശന കവാടം അടച്ചിടാനുള്ള NHIAയുടെ ശ്രമം മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിതയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളാണ് രംഗത്തെത്തിയത്. എറണാകുളം തൃശൂർ റോഡ് അടച്ചിട്ടായിരുന്നു മേൽപ്പാല നിർമ്മാണം ആരംഭിക്കാൻ ശ്രമിച്ചത്. ഇതിനായി റോഡിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് മേലൂർ റോഡിൽ നിന്നും ദേശീയപാതയിലേക്കുള്ള പ്രവേശനം വിലക്കുകയും ചെയ്തു. ഇതിനെതിരെ പ്രദേശത്തെ കച്ചവടക്കാരും ഓട്ടോ ഡ്രൈവർമാരുമാണ് ആദ്യം രംഗത്തെത്തിയത്. തുടർന്ന് ജനപ്രതിനിധികളെ വിവരം അറിയിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തിയിരുന്നതായി പ്രസിഡന്റ് MS സുനിത പറഞ്ഞു. എന്നാലിപ്പോൾ ഇന്നലെ തുടങ്ങി ഇവരിവിടെ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ചുകൊണ്ട് പണി ആരംഭിക്കാൻ ആവശ്യമായ ചില കാര്യങ്ങൾ ചെയ്യണം. അതിൻ്റെ ഭാഗമായി പാലം പണി നടക്കുന്ന ഭാഗത്ത് മാത്രം 100 മീറ്റർ സർവീസ് റോഡ് ക്ലിയർ ചെയ്യുകയും ബാക്കി ഭാഗങ്ങളെല്ലാം പൊളിച്ചിട്ടുകൊണ്ട് സെൻറ്ററിലൂടെ വരുന്ന വാഹനങ്ങളെ ഈ 100 മീറ്റർ സർവീസ് റോഡ് യൂസ് ചെയ്ത് തിരിച്ചു കയറാവുന്ന രീതിയിലേക്ക് ഒരു പ്ലാനാക്കിയിട്ട് പൊളിക്കാൻ ആവശ്യമായ ഒരു ശ്രമം നടക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്നലെ കളക്ടറെ പോയി കാണുകയും ഇതിൻ്റെ ഭാഗമായി ഇന്നലെ കോൺട്രാക്ടർ പ്രതിനിധികൾ ഓഫീസിൽ വന്ന് അവരെ നമ്മൾ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമുക്ക് നമ്മുടെ ഈ പ്രദേശത്ത് യാത്ര ചെയ്യുന്ന സാധാരണക്കാരായ ആളുകൾക്കും മറ്റ് ദേശങ്ങളിൽ നിന്ന് വരുന്നവർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ റോഡ് ആക്സസ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ സർവീസ് റോഡുകളുടെ പണി പൂർത്തീകരിക്കണമെന്നും അതിനുശേഷം പണി യോഗത്തിൽ സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുകയും ഇരുഭാഗത്തും യു-ടേൺ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യുമെന്ന പ്രൊജക്ട് ഡയറക്ടറുടെ ഉറപ്പ് പാലിക്കാത്തതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ആക്ഷൻ കൌൺസിൽ പ്രതിനിധി PP ബാബു, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് C വിനോദ് എന്നിവരും പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഇനി അതിനൊരു മാർഗം പറഞ്ഞു, ബാറിന്റെ അവിടെ കൊടുക്കാൻ പറഞ്ഞു. ബാറിന്റെ അവിടെ അത് കൊടുത്തു കഴിഞ്ഞാൽ സർവീസ് അപ്പൊ അവന് ഏനാമാവ് സ്റ്റീൽ പാലത്തിന് സമീപത്തെ ഷാപ്പിൽ മദ്യപിക്കാനെത്തിയ യുവാവിനെ പുഴയിൽ കാണാതായി. പുഴയിലേക്ക് നീന്തിയ യുവാവ് താഴ്ന്നു പോവുകയായിരുന്നു. വടൂക്കര സ്വദേശി ജെറിനെയാണ് കാണാതായതെന്ന് സുഹൃത്ത് പോലീസിനോട് പറഞ്ഞു. മറ്റ് 4 പേരും അമ്മാടം സ്വദേശികളാണ്. വെൽഡിംഗ് ജോലികളും സ്റ്റേജ് നിർമ്മാണ ജോലികളും ചെയ്യുന്ന ജെറിനടക്കം 5 അംഗ സുഹൃത്ത് സംഘം ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെയാണ് മണലൂർ കടവ് ഷാപ്പിൽ മദ്യപിക്കാനെത്തിയത്. മദ്യപിച്ച് ലക്കുകെട്ട സംഘത്തിലെ 3 പേർ തിരികെ പോയ ശേഷം ബാക്കി 2 പേർ സ്റ്റീൽ പാലം പരിസരത്ത് മദ്യലഹരിയിൽ ഇരിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇതിനിടെ ജെറിൻ പുഴയിലേക്ക് ഇറങ്ങി പുഴയുടെ മധ്യഭാഗം വരെ നീന്തിയ ശേഷം മുങ്ങിപ്പോവുകയായിരുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് നാട്ടിക ഗുരുവായൂർ ഫയർഫോഴ്സും അന്തിക്കാട് പാവറട്ടി പോലീസും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ബുധനാഴ്ച രാവിലെ സ്കൂബ ടീം എത്തി തിരച്ചിൽ തുടരുമെന്ന് പോലീസ് അറിയിച്ചു. ചിറ്റാറ്റുകര സർവീസ് സഹകരണ ബാങ്കിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രാഥമിക വോട്ടർ പട്ടിക നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചില്ലെന്ന് പരാതി. ഡിസംബർ 8-ാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപന പ്രകാരം നവംബർ 4-ന് പ്രാഥമിക വോട്ടർ പട്ടിക നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതുവരെയായിട്ടും പ്രാഥമിക വോട്ടർ പട്ടിക നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് എളവള്ളി മണ്ഡലം സെക്രട്ടറി രവീന്ദ്രൻ കാക്കനാട്ട് ചാവക്കാട് അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് പരാതി നൽകി. അതേസമയം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും നിയമാനുസൃതമായ എല്ലാ നടപടികളും പൂർത്തീകരിക്കുകയും ചെയ്തതായി ചിറ്റാറ്റുകര സഹകരണ ബാങ്ക് പ്രസിഡന്റ് അറിയിച്ചു. പാവറട്ടി പഞ്ചായത്ത് 8-ാം വാർഡിലെ ചുക്കു ബസാർ പെരിങ്ങാട് തീരദേശ മേഖലയിൽ ഉപ്പുവെള്ളം കയറി. ശക്തിയേറിയ വേലിയേറ്റത്തിൽ പുഴയോരത്തെ താഴ്ന്ന പ്രദേശത്തുകൂടി കയറിയ വെള്ളം പാടങ്ങളിലൂടെയും തോടുകളിലൂടെയും ഒഴുകി കൃഷിയിടങ്ങളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും പരക്കുകയാണ്. വേലിയിറക്ക സമയത്ത് തിരിച്ച് ഒഴുക്കിവിടാൻ കെട്ടിയ ചീപ്പുകളുടെ ഷട്ടറുകൾ ഊരിമാറ്റിയിരിക്കുകയാണ്. പുഴയോരങ്ങൾ ബണ്ട് കെട്ടി ഉയർത്തി ഉപ്പുവെള്ളം കടക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്തിൽ പരാതി നൽകി. ജനപ്രതിനിധികളും പഞ്ചായത്ത് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ചെളിയും മണ്ണും നീക്കം ചെയ്ത് പുഴ ആഴം കൂട്ടലാണ് ഉപ്പുവെള്ളം കയറാതിരിക്കാനുള്ള പരിഹാരമെന്ന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ്
OJ ഷാജൻ പറഞ്ഞു. കൃത്യമായും ഈ പുഴയിലെ ചെളി കോരി മാറ്റാതെ പുഴയുടെ സ്വാഭാവികമായ ആഴം നിലനിർത്താൻ കഴിയുന്ന നടപടി ചെയ്യാതെ ഈ ഉപ്പുവെള്ള കയറ്റത്തിന് ഒരു പരിഹാരമാവുകയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്നാൽ ഈ മേഖല സംരക്ഷിത വനമേഖലയായി കരട് വിജ്ഞാപനം വന്നതിനാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്. താൽക്കാലിക വളയംബണ്ട് മഴക്കാലത്ത് പൊളിക്കുന്നതോടെ ഒഴുകിയെത്തുന്ന മണ്ണ് ഇടിയഞ്ചിറ റെഗുലേറ്റർ കടന്ന് പുഴയിലെത്തി അടിഞ്ഞുകൂടുകയാണ്. 2018 പ്രളയത്തിൽ വൻതോതിൽ ഒഴുകിയെത്തിയ ചെളിയും മണ്ണും കൂടി ആയതോടെ പുഴ നികന്ന നിലയിലാണ്. മഴവെള്ളം സംഭരിക്കുന്നതിനോ വേലിയേറ്റ സമയത്തുണ്ടാകുന്ന ഉപ്പുവെള്ളം കരയിൽ കയറാതെ സംഭരിക്കുന്നതിനോ ഉള്ള ശേഷി ഇപ്പോൾ പുഴയ്ക്കില്ല. TC വിനോസ്, പാവറട്ടി. ഹെൽത്തി കേരള പരിപാടിയുടെ ഭാഗമായി ഗുരുവായൂർ മേഖലയിൽ ആരോഗ്യവകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച 2 കട അടച്ചുപൂട്ടി. ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസ് സഹകരണ സംഘത്തിന് കീഴിൽ ആനത്താവളത്തിന് മുന്നിൽ പ്രവർത്തിക്കുന്ന ചായക്കടയും കോട്ടപ്പടി സെന്ററിലെ പാലിയൂർ ബേക്കറി ആൻഡ് കൂൾ ബാർ എന്ന സ്ഥാപനവുമാണ് അടച്ചുപൂട്ടിയത്. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ചായക്കട പ്രവർത്തിച്ചിരുന്നതെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സോണി വർഗീസ് പറഞ്ഞു. ഭൂരിഭാഗം സാധനങ്ങളും കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ബേക്കറി പൂട്ടിയത്. മേഖലയിലെ നിരവധി സ്ഥാപനങ്ങളിൽ നിന്ന് പഴകിയതും ഹാനികരവുമായ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ അനിത, മനു GS, തമ്പി, AH, അസീബ്, KB, ബിജിത, അനീഷ്മ ബാലൻ എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാനത്തെ കർഷക പ്രതിനിധികളുമായി ചർച്ച നടത്തി. കാർഷിക രംഗത്തെ പ്രശ്നങ്ങളെ മുൻനിർത്തി നടത്തിയ ചർച്ചകളിൽ പ്രതീക്ഷയുണ്ടെന്ന് കർഷക സംഘടനാ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. കാർഷിക വളങ്ങളുടെ ലഭ്യത ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് ചർച്ചയിൽ പ്രധാനമായും സംഘടനാ പ്രതിനിധികൾ ഉന്നയിച്ചത്. ജനിതകമാറ്റം വരുത്തിയ വിളകൾ ഭാവിയിൽ സൃഷ്ടിക്കാൻ പോകുന്ന പ്രശ്നങ്ങളും കർഷകർ ചർച്ചയിൽ സൂചിപ്പിച്ചു. കർഷകനും ചലച്ചിത്ര സംവിധായകനുമായ സത്യൻ അന്തിക്കാടിന്റെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് ചർച്ചയ്ക്ക് ശേഷം കർഷക പ്രതിനിധികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. തുടർന്ന് വിയൂർ സ്വദേശികളായ സുധീഷ്, ശരണ്യ ദമ്പതികൾ PMAY പദ്ധതിയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം സുരേഷ് ഗോപി നിർവഹിച്ചു. കടങ്ങോട് വെള്ളത്തേരി ആദൂർ നീണ്ടൂർ പാടശേഖരത്തിലെ തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളി. വെള്ളം നിറഞ്ഞു കിടക്കുന്ന തോട്ടിലാണ് വൻതോതിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളിയത്. രൂക്ഷമായ ദുർഗന്ധമാണ് പരിസരത്ത് അനുഭവപ്പെടുന്നത്. വെള്ളത്തിന് നിറം വ്യത്യാസവും ഉണ്ടായിട്ടുണ്ട്. പ്രദേശവാസികൾ കാലികളെ കഴുകുവാൻ ഇറങ്ങുന്ന തോടാണിത്. മാലിന്യം കരാറെടുക്കുന്ന മാഫിയ സംഘമാണ് ഇതിന് പുറകിലെന്നും പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് നിത്യസംഭവമാണെന്നും നാട്ടുകാർ പറയുന്നു. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. NK അക്ബർ MLA കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, ചാവക്കാട് AEO PM ജയശ്രീ, കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാലിഹ ഷൌക്കത്ത്, ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, പ്രധാനാധ്യാപിക ജൂലിയറ്റ് K അപ്പുക്കുട്ടൻ, അധ്യാപക കൂട്ടായ്മ കൺവീനർ KK ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ 20 വേദികളിലായി 313 ഇനം മത്സരങ്ങളാണ് നടക്കുന്നത്. ഉപജില്ലയിലെ 107 സ്കൂളുകളിൽ നിന്നായി 6470 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വിളംബരമായി നടന്ന ഘോഷയാത്ര വർണ്ണാഭമായി. പടിഞ്ഞാറേ നടയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര NK അക്ബർ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും പങ്കാളികളായി. ഘോഷയാത്ര കലോത്സവ വേദിയായ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, ജനറൽ കൺവീനർ TM ലത, പബ്ലിസിറ്റി കൺവീനർ ഷാജി നിഴൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംഗീതത്തോടുള്ള കമ്പത്തിന്റെ തെളിവാണ് കമലാസനൻ എന്ന ആസ്വാദകന്റെ സ്വീകരണമുറി. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വൈൻഡിംഗ് റെക്കോർഡ് പ്ലെയറും ട്രാൻസിസ്റ്റർ റേഡിയോയും തുടങ്ങി ഏറ്റവും പുതിയ ബ്ലൂടൂത്ത് സ്പീക്കർ വരെയുണ്ട് ഇവിടെ.
തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും ജൂനിയർ സൂപ്രണ്ടായി വിരമിച്ച കൊടുങ്ങല്ലൂർ നാരായണമംഗലം കോഴിക്കുളങ്ങര സ്വദേശി ചാലിക്കാരൻ വീട്ടിൽ കമലാസനന്റെ വീട് സംഗീതാസ്വാദനത്തിന്റെ ഇന്നലെയെയും ഇന്നിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടമാണ്. ആദ്യകാലങ്ങളിൽ സിനിമാ റെക്കോർഡിങ്ങിനും ആകാശവാണി റേഡിയോ നിലയത്തിലും മറ്റും ഉപയോഗിച്ചിരുന്ന പൂൾ ടേപ്പ്, 6 വാൽവുകളുള്ള റേഡിയോ, ഒറ്റ വാൽവിലുള്ള റേഡിയോ, സിഗരറ്റ് പാക്കറ്റിന്റെ മാതൃകയിലുള്ള പോക്കറ്റ് റേഡിയോ, വിവിധതരം ടേപ്പ് റെക്കോർഡറുകൾ തുടങ്ങി നിരവധി ഉപകരണങ്ങൾ കമലാസനന്റെ ശേഖരത്തിലുണ്ട്. ഏറെ പഴക്കമുള്ള റെക്കോർഡുകൾ, കാസറ്റുകൾ തുടങ്ങിയവയും ഇക്കൂട്ടത്തിൽപ്പെടും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നാണയശേഖരവും കമലാസനന് സ്വന്തമായുണ്ട്. സംഗീതജ്ഞനായിരുന്ന അച്ഛൻ രാമനിൽ നിന്നുമാണ് കമലാസനന് സംഗീതാഭിരുചി പകർന്നു കിട്ടിയത്. ചെറുപ്പത്തിൽ വയലിൻ വാദനം പഠിച്ച കമലാസനൻ പിന്നീട് ജീവിതത്തിന്റെ വലിയൊരു പങ്ക് സംഗീതാസ്വാദനത്തിനായി മാറ്റിവെക്കുകയായിരുന്നു. കമലാസനന്റെ പക്കലുള്ള ശബ്ദോപകരണങ്ങൾ വെറും കാഴ്ച വസ്തുക്കളല്ല. ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും അവ ഓരോന്നും പ്രവർത്തിപ്പിച്ച് പാട്ട് കേൾക്കണമെന്നത് നിർബന്ധമാണ്. നല്ലൊരു കർഷകൻ കൂടിയായ ഈ 70-കാരൻ മുഴുവൻ സമയം പാട്ട് ആസ്വദിച്ചാണ് കൃഷിയിടത്തിൽ പണിയെടുക്കാറുള്ളത്. തനിക്കും ചെടികൾക്കും ആസ്വദിക്കാനാണ് പാട്ട് വെക്കുന്നതെന്നാണ് കമലാസനന്റെ പക്ഷം. പുതിയ തലമുറയ്ക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത പഴയ സംഗീതാസ്വാദന ഉപകരണങ്ങൾ കമലാസനന്റെ ശേഖരത്തിലുണ്ട്. കാലാകാലങ്ങളിൽ ഇവ അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തനക്ഷമമാക്കുവാൻ ആയിരക്കണക്കിന് രൂപയാണ് കമലാസനൻ ചിലവഴിക്കുന്നത്. ഭാര്യ ശാന്തകുമാരി കമലാസനന്റെ സംഗീത പ്രേമത്തിന് കൂട്ടായുണ്ട്. പഴയ കാലത്ത് റെക്കോർഡിങ്ങിന് ഇതാണ് ആകാശവാണി വാർത്ത വായിക്കുന്നതിനൊക്കെ ഉപയോഗിച്ച വാർത്ത വായിക്കുന്ന റെക്കോർഡിങ്ങിനും, പിന്നെ അതുപോലെ സിനിമാ ചിത്രീകരണത്തിൻ്റെ പാട്ടുകൾ, സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യാനും പ്ലേ ചെയ്യിക്കാനും പറ്റും. ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറ്റാവുന്ന കാസറ്റുകൾ, പഴയ കമ്പ്യൂട്ടറിൽ കൊടുത്ത് പഴയ കാസറ്റുകൾ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റാവുന്ന ടേപ്പ് റെക്കോർഡറും ഇതിൽ ഉണ്ട്. USB പ്ലേ ചെയ്യുന്ന വലിയ ഇപ്പോഴത്തെ ഏറ്റവും ആധുനികമായിട്ടുള്ള USB, അതായത് പെൻ ഡ്രൈവിൽ പാട്ടുകൾ നമുക്ക് കേൾക്കാവുന്ന സംവിധാനമാണ് ഈ സെറ്റിലുള്ളത്. അതും ആധുനികമായിട്ടുള്ള സാധനങ്ങളാണ്. TCV കൊടുങ്ങല്ലൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരി സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് താലൂക്ക് പ്രസിഡന്റ് PK സത്യൻ ഉദ്ഘാടനം ചെയ്തു. KD വീരമണി, VB പ്രേംദാസ്, മധുസൂദനൻ, ഉമ്മർ മുക്കണ്ടത്ത്, KS ജോസ്, CV രാജീവ് എന്നിവർ സംസാരിച്ചു. പാറളം ആലുക്കൽക്കുന്നിൽ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിജയൻ അധ്യക്ഷത വഹിച്ചു. 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പദ്ധതിയിലൂടെ പാറളം പഞ്ചായത്തിൽ നടപ്പാക്കുന്നത്. വീടുകളുടെ പുനരുദ്ധാരണം, ഡ്രൈനേജ് നിർമ്മാണം, കിണർ നവീകരണം, റോഡ് റീടാറിംഗ്, മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കൽ, അങ്കണവാടി റിനോവേഷൻ എന്നീ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പോൾ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ AM സതീദേവി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം ആറാട്ടുകടവിൽ ചാള ചാകര. ആറാട്ടുകടവ് മുതൽ അറപ്പ വരെയാണ് ചാള കൂട്ടത്തോടെ കരയ്ക്കടിഞ്ഞത്. സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാർ ചാള കിട്ടിയ പാത്രങ്ങളിലെല്ലാം വാരിക്കൂട്ടി. തൃശൂരിന്റെ തീരമേഖലകളിൽ തുടർച്ചയായി ചാള ചാകര എത്തുന്നുണ്ട്. പുതിയ ബുള്ളറ്റിന്റെ തകരാർ പരിഹരിക്കാതെ വന്നപ്പോൾ കോടതി വഴി നീതി ലഭ്യമാക്കി ജോയ്. 10 വർഷം കേസ് നടത്തിയാണ് ജോയ്ക്ക് നീതി ലഭിച്ചത്. പുതുതായി വാങ്ങിയ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് തകരാറിലായപ്പോൾ 10 വർഷം ഷെഡിൽ നിർത്തി കേസ് നടത്തിയാണ് ജോയ് അനുകൂല വിധി നേടിയത്. 2014 ഒക്ടോബറിൽ വാങ്ങിയ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് കൊണ്ടുവരുമ്പോൾ തന്നെ തകരാർ കണ്ടെത്തിയിരുന്നു. ഓടിച്ചു വരുമ്പോൾ തന്നെ വണ്ടിക്ക് വൈബ്രേഷൻ അനുഭവപ്പെട്ടിരുന്നു. ഇക്കാര്യം പരാതിയായി ഉന്നയിച്ചപ്പോൾ കുറച്ച് കിലോമീറ്റർ ഓടിയാൽ ശരിയാകുമെന്ന് വിശ്വസിപ്പിച്ചു. തുടർന്ന് 1600 കിലോമീറ്ററോളം ഓടിച്ച ശേഷവും തകരാർ പരിഹരിക്കാതെ വന്നപ്പോഴാണ് ജോയ് മാതിരപ്പള്ളി രേഖകൾ സഹിതം തൃശൂർ ഉപഭോക്തൃ ഫോറത്തെ സമീപിച്ചത്. 10 വർഷത്തിന് ശേഷമാണ് CT സാബു പ്രസിഡന്റായ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ പരാതിക്കാരന് അനുകൂലമായ വിധി പറഞ്ഞത്. വണ്ടിയുടെ വിലയും നഷ്ടപരിഹാരവും ചെലവും സഹിതം 2,50,000 രൂപ നൽകാനാണ് വിധിയുണ്ടായത്. വണ്ടി എടുക്കുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ വണ്ടി ഭയങ്കര വൈബ്രേഷൻ.
അപ്പോൾ നമ്മൾ അന്ന് തന്നെ ഷോറൂമിൽ വെച്ച് പറയുമ്പോൾ ഓരോന്ന് കുറച്ച് ദിവസം ഓടിച്ച് കഴിയുമ്പോൾ എൻജിൻ സീറ്റിംഗ് ആകുമ്പോൾ ശരിയാവുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മളന്ന് ബ്ലോക്ക് കോടതിയിൽ കേസ് കൊടുത്തു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കോടതി വിധിയായി. വണ്ടിയുടെ വിലയും 50,000 നഷ്ടപരിഹാരം, 25,000 കേസുണ്ട്, പിന്നെ 9% ഇൻട്രസ്റ്റും, 10 കൊല്ലത്തെ 9% ഇൻട്രസ്റ്റ്. അനുകൂല വിധിയുണ്ടായതോടെ ജോയ് തന്റെ ഇഷ്ടവാഹനമായ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 500 ഷെഡിൽ നിന്ന് ഇറക്കി വെച്ചു. കമ്പനി വാഹനം തിരിച്ചെടുത്ത് പണം നൽകുമെന്നാണ് ജോയ് മാതിരപ്പള്ളി പ്രതീക്ഷിക്കുന്നത്. TCV ന്യൂസ്, മാള. ചാലക്കുടി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടകരയിൽ തുടക്കമായി. ബെന്നി ബെഹനാൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നടി ശ്രീഷ്മ ചന്ദ്രൻ, മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS ബീന, കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ M സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകരയിലെ GLP സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ, ഡോൺ ബോസ്കോ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായുള്ള 8 വേദികളിലാണ് കലോത്സവം അരങ്ങേറുന്നത്. ഉപജില്ലയിലെ 85 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 1500ഓളം പ്രതിഭകൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ പതാക ഉയർത്തി. MLA AC മൊയ്തീൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കലോത്സവത്തിൽ 6000ഓളം കുട്ടികൾ പങ്കെടുക്കും. 21-ന് കലോത്സവം സമാപിക്കും. ഇതുപോലെ മുന്നോട്ട് പോകണം. ഞാൻ ജീവിച്ചൊരു കാലം എല്ലാവരും സഹോദരങ്ങളെ പോലെ ജീവിച്ചൊരു കാലമാണ്. എൻ്റെ മക്കൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ജീവിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ പേരക്കിടാങ്ങൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ജീവിക്കണം. കേരള ഹൈക്കോടതി പദ്ധതിയായ സംവാദ ചാവക്കാട് കോടതിയുടെ നേതൃത്വത്തിൽ നടന്നു. 8ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കോടതികളുടെ പ്രവർത്തനത്തെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയും സംയുക്തമായി നടത്തുന്ന പദ്ധതിയാണിത്. സ്പെഷ്യൽ ജില്ലാ പോക്സോ ജഡ്ജി അന്യാസ്തയിൽ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അശോകൻ തേർലി അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് മജിസ്ട്രേറ്റ് സാരിക സത്യൻ, മുൻസിഫ് ഡോക്ടർ അശ്വതി അശോക്, അഭിഭാഷകരായ അക്തർ അഹമ്മദ്, സിജു മുട്ടത്ത്, C സുഭാഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കലോത്സവ മത്സരാർത്ഥികൾക്ക് മാനസിക പിന്തുണയുമായി കുടുംബശ്രീ ജില്ലാ മിഷൻ. ചാവക്കാട് ഉപജില്ലാ കലോത്സവ വേദിയായ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷന്റെ കീഴിലുള്ള സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചത്. സ്നേഹിത ജനറൽ ഹെൽപ്പ് ഡെസ്കിന്റെ സ്റ്റാൾ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ അസിസ്റ്റന്റ് കോർഡിനേറ്റർ KK പ്രസാദ്, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ U മോനിഷ, കമ്മ്യൂണിറ്റി കൌൺസിലർ അഞ്ജന വർഗീസ്, കുടുംബശ്രീ ചെയർപേഴ്സൺമാരായ അമ്പിളി ഉണ്ണികൃഷ്ണൻ, മോളി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. ചിറക്കാക്കോട് എളങ്ങള്ളൂർ മനയിൽ അഗ്നദാനം സോമയാഗത്തിന്റെ ഭാഗമായി തന്ത്രി പ്രമുഖരെ ആദരിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. അഖില കേരള തന്ത്രി സമാജം പ്രസിഡന്റ് പുലിയന്നു ശശി നമ്പൂതിരിപ്പാട് അധ്യക്ഷനായി. 70ഓളം തന്ത്രിമാരെ ചടങ്ങിൽ ആദരിച്ചു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം മുൻ പ്രസിഡന്റായിരുന്ന MS വിജയന്റെ 5ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ചിറ്റണ്ട വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് TN നമ്പീശൻ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ യോഗത്തിൽ വാർഡ് പ്രസിഡന്റ് സതീഷ് ഇടമന അധ്യക്ഷത വഹിച്ചു. PS സുനീഷ്, അജു നെല്ലുവായ്, സുന്ദരൻ ചിറ്റണ്ട, ശ്യാംജി, ഫൈസൽ ചിറ്റണ്ട തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഇംഗ്ലീഷ് സ്കിറ്റ് മത്സരത്തിൽ മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് UP സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. കുട്ടികളിൽ സോഷ്യൽ മീഡിയ സ്വാധീനവും അതിന്റെ അപകട സാധ്യതകളുമാണ് ദി ട്രാപ്പ് എന്ന പേരിൽ അണിയിച്ചൊരുക്കിയത്. സണ്ണി ചിങ്ങത്താണ് സംവിധാനം നിർവഹിച്ചത്. അന്തിക്കാട് നടക്കുന്ന തൃശൂർ വെസ്റ്റ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരത്തിൽ പേരാമംഗലം ശ്രീ ദുർഗാവിലാസം സ്കൂളിന് 1ാം സ്ഥാനം. വയനാട് ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട തെരുവ് നായ്ക്കളുടെ ജീവിതമാണ് നാടകത്തിന്റെ ഇതിവൃത്തമായത്. അവണൂർ ജയനാണ് നാടകത്തിന്റെ സംവിധാനം നിർവഹിച്ചത്.
ആയുർവേദ ആചാര്യൻ വൈദ്യഭൂഷണം രാഘവൻ തിരുമുൽപ്പാട് അനുസ്മരണം വ്യാഴാഴ്ച ചാലക്കുടി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ആചരിക്കുമെന്ന് ചെയർമാൻ എബി ജോർജ് അറിയിച്ചു. അനുസ്മരണ യോഗം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. ഇത്തവണത്തെ രാഘവൻ തിരുമുൽപ്പാട് പുരസ്കാര ജേതാവ് ഡോക്ടർ പി രാം മനോഹറിനെ ചടങ്ങിൽ ആദരിക്കും. മുൻ MLA പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, ജനറൽ കൺവീനർ MD ജെയിംസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7040 രൂപ, പവന് 56,320 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3218 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പറപ്പൂക്കരയിൽ KLDC കനാൽ ശുചീകരണത്തിനെത്തിയവർ തെങ്ങിന്റെ പട്ടകൾ വെട്ടി നശിപ്പിച്ചു. ബണ്ടിന് സംരക്ഷണം നൽകാൻ വെച്ച 200ഓളം ഹൈബ്രിഡ് തെങ്ങുകളുടെ പട്ടകളാണ് വെട്ടിമാറ്റിയത്. തിരുവില്ലാമലയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് 4ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. പാറമേൽപ്പടി സ്വദേശിനി നേഹയാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട ചേലൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. പാറമ്പാടത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. എളവള്ളിയിലും കുന്നംകുളത്തും കടന്നൽ ആക്രമണത്തിൽ 12 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. എടത്തിരുത്തി അറാക്കിലിൽ വീണ്ടും പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് തീരദേശത്തെ 10 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങി. ഏങ്ങണ്ടിയൂർ മുതൽ SN പുരം വരെയുള്ള പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണ ശൃംഖലയിലെ 700 mm പ്രിമോ പൈപ്പ് ലൈനാണ് പൊട്ടിയത്. സമീപ ജില്ലകളിൽ കുറുവ മോഷണ സംഘത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലും നിരീക്ഷണം ശക്തമാക്കി പോലീസ്. കൊടുങ്ങല്ലൂർ മതിലകം മേഖല കേന്ദ്രീകരിച്ചാണ് പോലീസ് നിരീക്ഷണം നടത്തുന്നത്. എരുമപ്പെട്ടി മുട്ടിക്കൽ പാലത്തിന്റെ പുനർനിർമ്മാണം വൈകുന്നത് പ്രതിഷേധത്തിനിടയാക്കുന്നു. നിലവിലെ പദ്ധതി അനുസരിച്ച് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചാൽ പ്രദേശത്ത് പ്രളയത്തിന് സാധ്യതയുണ്ടെന്ന് കിഫ്ബിയുടെ വിലയിരുത്തൽ. തൃശൂർ തൃപ്രയാർ ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് പിൻവലിച്ചു. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പണിമുടക്ക് പിൻവലിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.